ഹായ് വെൽക്കം ടു എജുവേൾഡ് ക്ലാസ്. സോ നമ്മളിന്ന് സൈക്കോളജി സബ്ജക്റ്റിലെ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മൾ ഫോർത്ത് മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ അതിൽ തന്നെ നമ്മൾ ഫോർത്ത് മൊഡ്യൂൾ സൈക്കോളജിക്കൽ പ്രോസസ്സിലത് അതിന് നമുക്കൊരു 3-4 സബ് ഡിവിഷനായിട്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ. ലേണിംഗ് എന്ന് പറയുന്ന ലേണിങ്ങിൽ കുറച്ച് തിയറീസ് ആയിരുന്നു. ക്ലാസിക്കൽ കണ്ടീഷനിങ്, അപ്പാരൻറ്റ് കണ്ടീഷനിങ്, ഒബ്സർവേഷണൽ ലേണിംഗ്, കോഗ്നിറ്റീവ് ലേണിംഗ് ഒക്കെ. സോ അപ്പോൾ അത് ഇത്രയും തീർന്നു. അത് കഴിഞ്ഞ് നമ്മൾ മെമ്മറിയാണ് സ്റ്റാർട്ട് ചെയ്തത്. സോ മെമ്മറിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് മെമ്മറി എൻകോഡിങ്, പ്രോസസ്സിങ്, എങ്ങനെ എൻകോഡിങ്, സ്റ്റോറേജ്, റിട്രീവൽ പ്രോസസ്സ് എന്താണ്, അതുപോലെ ടൈപ്സ് ഓഫ് മെമ്മറി, സെൻസറി മെമ്മറി, എപ്പിസോഡിക് മെമ്മറി, എക്സ്പ്ലിസിറ്റ് മെമ്മറി, ഇംപ്ലിസിറ്റ് മെമ്മറി എന്താണ്. സോ ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. പിന്നെ അതുപോലെ ഫോർഗെറ്റിംഗ് എന്താണ്, ഡി കെ ഇൻ്റർഫറൻസ്. സോ അങ്ങനെയുള്ള ഫോർഗെറ്റിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള തിയറീസ് നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുള്ള തിയറീസ്, റിപ്രഷൻ, അതുപോലെ ഡി കെ തിയറി, ട്രേസ് തിയറി. സോ അങ്ങനെ പലതരത്തിലുള്ള തിയറീസ്, ഫോർഗെറ്റിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള തിയറീസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഇനി മെമ്മറി എന്ന ടോപ്പിക്കിൽ നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ള കുറച്ച് ടോപ്പിക്കേ ഉള്ളൂ. അതായത് മെമ്മറി എൻഹാൻസിങ് ടെക്നിക്സ്. സോ മെമ്മറി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ടെക്നിക്സ് ഉപയോഗിക്കാം. സോ അതിനെയാണ് നമ്മൾ നിമോണിക്സ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ നിമോണിക്സ് എന്നാണ്. സോ ഞാൻ കൊടുത്തേക്കാം. സോ അതുപോലെ അംനേഷ്യ എന്ന് പറയുന്നൊരു ഇന്നബിലിറ്റിയാണ്. സോ മെമ്മറി ലോസിനെയാണ് നമ്മൾ അംനേഷ്യ എന്ന് പറയുന്നത്. സോ അപ്പം ഈ 2 ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെന്ന്. സോ അപ്പം മെമ്മറി ഇംപ്രൂവ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ടെക്നിക്സ് അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് ഒക്കെ യൂസ് ചെയ്യാം എന്നാണ് നോക്കുന്നത്. ദർ ആർ വേരിയസ് ടെക്നിക്സ് ടു ഇംപ്രൂവ് മെമ്മറി. ഡിഫറെൻറ്റ് ടെക്നിക്സ് ആർ യൂസ്ഡ് ഫോർ ഡിഫറെൻറ്റ് സർക്കംസ്റ്റൻസസ്. ദേ ആർ 4 ബ്രോഡ് പ്രിൻസിപ്പിൾസ് ദാറ്റ് ഗവേൺ ദ മെമ്മറി ടെക്നിക്സ്. ദേ ആർ എസ് ഫ്ലോ. നമുക്ക് എല്ലാ ടൈമിലും ഒരേ ടെക്നിക്സ് യൂസ് ചെയ്താൽ നമ്മുടെ മെമ്മറി എന്ത് ചെയ്യില്ല, ഓർമ്മശക്തി ഇംപ്രൂവ് ചെയ്യില്ല. സോ അപ്പം നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് ഓരോന്നിനും എന്ത് ചെയ്യണം, ഡിഫറെൻ്റ് ആയിട്ടുള്ള മെമ്മറി സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ ടെക്നിക്ക് യൂസ് ചെയ്യണം. സോ അങ്ങനെയുള്ള കുറച്ച് മെമ്മറി ടെക്നിക്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പ്രോസസ് ഫോർ മീനിങ്. ആസ് യു ലേൺ ന്യൂ മെറ്റീരിയൽ, ഫോക്കസ് ഷുഡ് ബി ഓൺ ദ മീനിങ് ഓഫ് ദ സ്റ്റിമുലൈ. ടു അച്ചീവ് ദിസ്, വൺ ഷുഡ് അവോയ്ഡ് ഡിസ്ട്രാക്ഷൻ. ഇൻ ദ പ്രസൻസ് ഓഫ് ഡിസ്ട്രാക്ഷൻ വി ലൂസ് അവർ അറ്റൻഷൻ ടുവേർഡ്സ് മീനിങ് ഇൻ വാട്ട് വി വോണ്ട് ടു ലേൺ ആൻഡ് റിമെമ്പർ. സോ പ്രോസസ് ഫോർ മീനിങ്. സോ നമ്മളൊരു കാര്യം പഠിച്ചെടുക്കുന്ന സമയത്ത് അതിൻ്റെ പ്രോസസ്സ് എന്താണ്, നമ്മളത് എന്തിനാണ് അത് പഠിച്ചെടുക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്, അർത്ഥം അറിഞ്ഞുകൊണ്ട് നമ്മളത് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അത് കുറച്ചുകൂടെ നമുക്ക് എന്തായിരിക്കും, മനസ്സിൽ നിൽക്കും, അത് മെമ്മറിയിൽ നിൽക്കും. അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഒഴിവാക്കിയിട്ട്, അല്ലെങ്കിൽ ഡിസ്ട്രാക്ഷൻ്റെ പ്രസൻസ് ഇല്ലാതെ നമ്മളത് ചെയ്താൽ നമുക്ക്, അല്ലെങ്കിൽ നല്ല അറ്റൻഷനോട് കൂടി നമ്മൾ അറ്റൻഷൻ കളയാതെ നമ്മളത് റിസീവ് ചെയ്താൽ അത് കൂടുതൽ കാലം നമ്മുടെ മെമ്മറിയിൽ നിൽക്കും എന്നാണ് പറയുന്നത്. സോ അതാണ് നമ്മൾ കുട്ടികളിൽ നമുക്കൊരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൻ്റെ മീനിങ് കൂടുതൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു എക്സാമ്പിൾസ് കൂടെ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എന്താണ്, അവരത് ഓർത്ത് വെച്ചിരിക്കും. ആ ഒരു ടേം വരുമ്പോഴത്തേക്ക് അവർ ആ ഒരു എക്സാമ്പിൾ എന്ത് ചെയ്യും, ഓർത്ത് വെച്ചിരിക്കും. സോ അപ്പം മീനിങ് അറിഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അക്യുറേറ്റ് മീനിങ് അല്ലെങ്കിൽ ഒരു സ്റ്റിമുലസ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതവർ ഓർത്തിരിക്കാം. സോ ഇതുവഴി മെമ്മറി ഇമ്പ്രൂവ് ചെയ്യാം. നെക്സ്റ്റ് ഈസ് റിട്രീവൽ പ്രോസസ്സാണ്. ദിസ് ഈസ് റിലേറ്റഡ് ടു റിട്രീവൽ പ്രാക്ടീസ്. സോ നമ്മൾ തിരിച്ചെടുക്കുക, ഓർത്തെടുക്കുക. അതാണ് ഓർമ്മശക്തിയിൽ നിന്ന് നമ്മൾ ഓർത്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം, തിരിച്ചെടുക്കുന്ന രീതി. ജനറേറ്റ് ആൻഡ് പ്രാക്ടീസ് ദ ഐറ്റംസ് ദാറ്റ് യു നീഡ് ടു റിമെമ്പർ ഫ്രം മെമ്മറി റാദർ ദാൻ റീഡ് ഓർ റീസ്റ്റഡി. സോ എന്ത് ചെയ്യണം, നിങ്ങൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടോ, സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടോ, അവിടെ വെച്ചിരുന്നാൽ പോരല്ലേ, ഇടയ്ക്കിടയ്ക്ക് അതിന് എന്ത് ചെയ്ത് നോക്കണം, ഇത് നമുക്കത് കാണുമ്പോഴത്തേക്ക് തിരിച്ച് വരുന്നുണ്ടോ. ഉദാഹരണം നമ്മൾ ഇപ്പോൾ സെൽഫ് ടെസ്റ്റിംഗ് ഒക്കെ ചെയ്യത്തില്ലേ, ഇപ്പം നിങ്ങളിപ്പോൾ MCQ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കുന്നു. സോ അപ്പോൾ നിങ്ങൾക്കത് അറിയാമെങ്കിൽ അതെന്ത് ചെയ്യും, ആ മെമ്മറിയിൽ നിന്ന് തിരിച്ച് വരാൻ പറ്റുന്നുണ്ടോ. നിങ്ങൾ എന്ത് ചെയ്യണം, സെൽഫായിട്ട് അത് നിങ്ങൾ ടെസ്റ്റ് ചെയ്യുക. ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതിൻ്റെ ആൻസർ എനിക്ക് തിരിച്ച് എടുക്കാൻ പറ്റുന്നുണ്ടോ, എൻ്റെ മെമ്മറിയിൽ നിന്ന് അത് തിരിച്ചെനിക്ക് എടുക്കാൻ പറ്റുന്നുണ്ടോ. സോ അങ്ങനെയുള്ള കാര്യം. സോ അത് എന്താണെന്ന് പറയുക, റിട്രീവൽ പ്രോസസ്സ്. അത് നമുക്ക് സെൽഫ് ടെസ്റ്റിങ്ങിലൂടെയാണ് ഇത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. സോ ബെസ്റ്റ് റിട്രീവൽ പ്രാക്ടീസസ് എന്ന് പറയുന്നത് എന്താണ്, സെൽഫ് ടെസ്റ്റിംഗ്. നമ്മൾ തന്നെ നമ്മളെ ടെസ്റ്റ് ചെയ്ത് നോക്കണം, എനിക്കത് റീകളക്ട് ചെയ്യാൻ പറ്റുന്നോ, അല്ലെങ്കിൽ അത് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പം ദ ബെസ്റ്റ് റിട്രീവൽ പ്രോസസ്സ് അല്ലെങ്കിൽ റിട്രീവൽ പ്രാക്ടീസസ് എന്ന് പറയുന്നത് എന്താണ്, സെൽഫ് ടെസ്റ്റിംഗ് തന്നെയാണ്. നെക്സ്റ്റ് ഇസ് മെറ്റാ മെമ്മറി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ അവെയർനെസ് ആൻഡ് നോളജ് ഓഫ് അവർ മെമ്മറി. സോ അവർ ഓൺ മെമ്മറി, നമ്മളെ മെമ്മറിയെക്കുറിച്ച് സ്വന്തമായിട്ട്
അറിയാം, അല്ലെങ്കിൽ എനിക്ക് എത്രത്തോളം അറിയാം എന്ന് നമ്മൾ തന്നെ എന്ത് ചെയ്യുന്നു, അറിയുന്നത്, തിരിച്ചറിയുന്നത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് അറിയുന്ന കാര്യം, അതിനെയാണ് അത് മെറ്റാ കൊഗ്നീഷനിലും അത് വരാറുണ്ട്. നമ്മളെക്കുറിച്ച് നമ്മൾ തന്നെ എന്ത് ചെയ്യുക, എനിക്കത് എത്ര ബുദ്ധിയുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം എനിക്ക് അതിനെക്കുറിച്ച് അറിയാം, നോയിങ്, നമ്മളെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയുന്ന അവസ്ഥയാണ് നമ്മൾ മെറ്റാ കൊഗ്നീഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് മെറ്റാ മെമ്മറി എന്ന് പറയുന്നത്. നമുക്ക് എത്രത്തോളം, എൻ്റെ മെമ്മറി എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ നോളജ് എത്രയുണ്ട്, എനിക്കിതിനെക്കുറിച്ച് എത്രത്തോളം അറിയാമെന്ന് നമ്മൾ തന്നെ നമ്മുടെ മെമ്മറിയിലോട്ടൊന്ന് നോക്കുന്നു. സോ അതിനെയാണ് മെറ്റാ മെമ്മറി എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ഇൻ റിഫ്ലക്റ്റിംഗ് ആൻഡ് മോണിറ്ററിങ് മെമ്മറി. സോ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഒരു റിഫ്ലക്ഷൻ ആണല്ലേ, നമ്മൾ റിഫ്ലക്റ്റ് ചെയ്ത് നമ്മൾ എത്രത്തോളം അറിയാം നമ്മൾ തന്നെ നമ്മൾ മോണിറ്റർ ചെയ്യുകയാണ്. സോ മോണിറ്ററിങ് മെമ്മറി എന്ന് പറയും, അല്ലെങ്കിൽ റിഫ്ലക്റ്റിംഗ് മെമ്മറി എന്നൊക്കെ പറയുന്നത് എന്താണ്, മെറ്റാ മെമ്മറിയാണ്. ദിസ് വേ ഇറ്റ് മേ ഹെൽപ്പ് ഇൻ സ്ട്രാറ്റജിക് പ്ലാനിങ്, അലോക്കേഷൻ ഓഫ് സ്റ്റഡി അവേഴ്സ്, റിസോഴ്സസ്, ഇവാലുവേഷൻ ഓഫ് പെർഫോമൻസ്. സോ ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നു, അപ്പോൾ എനിക്ക് ഇത്രയും സ്റ്റോർ ചെയ്യാൻ പറ്റുന്നുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും ഇതേ ഉള്ളൂ എൻ്റെ മെമ്മറിയിൽ. സോ അങ്ങനെ പറഞ്ഞ് നമ്മൾ അതിനാവശ്യമായിട്ടുള്ള പ്ലാനിങ്ങും, അത് എത്ര ടൈം നമ്മൾ പഠിക്കണം എന്നൊക്കെ കാര്യം, അല്ലെങ്കിൽ അതിന് ആ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു മെറ്റാ മെമ്മറി എന്ന് പറയുന്ന ടെക്നിക്ക് യൂസ് ചെയ്താൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. Next is distributed learning or practice. This is a superior method than massed practice, also discussed in the first section. So one should avoid cramming because it is an insufficient way of learning. Distributed practice helps in improved memory efficiency. So distributed learning എന്ന് പറയുന്നത് നമ്മളെല്ലാം കൂടെ ഒന്നിച്ച് ഒരേ സമയത്ത് എന്ത് ചെയ്യുന്നു, പഠിച്ചെടുക്കാൻ അല്ലെങ്കിൽ ഓർത്ത് വെക്കാനോ ശ്രമിക്കാതെ അതെന്ത് ചെയ്യണം, കുറേശ്ശെയായിട്ട് പല ടെക്നിക്കുകൾ ഉപയോഗിച്ച് ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി അതിനെ ബൈഹാർട്ട് അല്ലെങ്കിൽ ഓർത്ത് വെക്കാനുള്ള ഒരു ശ്രമം നടത്തുക. സോ അതിനാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടഡ് ലേണിംഗ് ഓർ പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസിങ് മെമ്മറിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. സോ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്, അതാണ് ശകുന്തള ദേവി എന്ന് പറയുന്നത്. ഭയങ്കര മെമ്മറി പവറുള്ള ഒരു വ്യക്തിയാണ് ശകുന്തള ദേവി എന്ന് പറയുന്നത്. ഇന്ത്യ ശകുന്തള ദേവി എ ചൈൽഡ് പ്രോഡിഗി ഹാഡ് മെനി വേൾഡ് റെക്കോർഡ്സ് ഓൺ ഹെർ നെയിം. ഒരുപാട് വേൾഡ് റെക്കോർഡ്സുകൾ ഈ പേരിലുണ്ട്. ഷി വാസ് എ പാർട്ട് ഓഫ് മെനി സൈക്കോളജിക്കൽ സ്റ്റഡീസ് ബിക്കോസ് ഓഫ് ഹെർ incomparable abilities to solve mathematical problems within a few seconds. In 1977, at Southern Methodist University, she calculated the 23rd root of a 201-digit number in just 50 seconds. Interestingly, to verify her answer, a special computer program was written by US Bureau of Standards to perform such a difficult calculation. So, നമ്മുടെ ഹ്യൂമൻ കമ്പ്യൂട്ടർ ശകുന്തള ദേവിയെക്കുറിച്ചുള്ള കുറച്ചൊരു ഡിസ്ക്രിപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഭയങ്കര ഒരു മെമ്മറി പവർ, അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ സോൾവ് ചെയ്യാനുള്ള എബിലിറ്റി ഏറ്റവും കൂടുതലുള്ളൊരു വ്യക്തിയാണ് ശകുന്തള ദേവി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് ശകുന്തള ദേവിയാണ്. അതായത് ഒരു വേൾഡ് റെക്കോർഡിൽ അവർ 23rd റൂട്ട് 201 ഡിജിറ്റ് നമ്പർ വെച്ച് അത് 50 സെക്കൻഡിനുള്ളിൽ ഇത്രയും 23ൻ്റെ റൂട്ട് കണ്ടുപിടിച്ച് 201 നമ്പറിൻ്റെ 23rd റൂട്ട് എത്രയാണെന്ന് 50 സെക്കൻഡിനുള്ളിൽ അവർ കണ്ടുപിടിച്ചു. സോ ഇത് കറക്റ്റ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ അതിന് വേണ്ടി ഒരു സ്പെഷ്യൽ ഒരു കമ്പ്യൂട്ടർ തന്നെ എന്ത് ചെയ്യേണ്ടി സെറ്റപ്പ് ചെയ്യേണ്ടി വന്നു. സോ ഓൾ ഓഫ് എസ് ഡിസൈഡ് ടു ഹാവ് എ മെമ്മറി ലൈക്ക് ഹർ. സോ എല്ലാവർക്കും അതുപോലെ ഒരു മെമ്മറി കിട്ടണം, ഭയങ്കര കാൽക്കുലേറ്റിംഗ് പവറുള്ള മെമ്മറി കിട്ടണമെന്ന് എല്ലാവരും എന്ത് ചെയ്യും, ആഗ്രഹിക്കും അല്ലേ. മോസ്റ്റ് ഓഫ് എസ് സഫർ ഫ്രം സം കൈൻഡ് ഓഫ് മെമ്മറി ഫെയിലിയർ. പക്ഷേ എല്ലാവർക്കും അതുപോലെ കിട്ടുമോ? ഇല്ല. ഹാവിങ് എബിലിറ്റി ലൈക്ക് ശകുന്തള ദേവി ഈസ് വെരി റെയർ, ബട്ട് വി ക്യാൻ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ഇൻ ഇംപ്രൂവിങ് യുവർ ചാൻസസ് ടു മെമ്മറൈസ് ഇൻഫർമേഷൻ എഫക്റ്റീവ്ലി. സോ എല്ലാവർക്കും ശകുന്തള ദേവിയെ പോലുള്ള മെമ്മറി അത്രയും കിട്ടില്ല എങ്കിൽ പോലും നമ്മുടെ നോർമലി ഉള്ള മെമ്മറി എന്ത് ചെയ്യാം, നമുക്ക് പല ടെക്നിക്സ് അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് യൂസ് ചെയ്ത് അതിനെ കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യുക അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പല ടെക്നിക്കുകൾ യൂസ് ചെയ്ത് നമുക്കതിനെ എന്ത് ചെയ്യാൻ പറ്റും, എൻഹാൻസ് ചെയ്യാൻ പറ്റും. അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് നിമോണിക്സ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ സ്പെല്ലിങ് MONICS ആണെങ്കിലും പ്രൊനൗൺസിയേഷൻ വരുന്നത് നിമോണിക്സ് എന്നാണ്. സോ നിമോണിക്സ് എന്ന് പറയുന്നത് മെത്തേഡ് ഓർ ടെക്നിക്സ് ഓഫ് എൻഹാൻസിങ് മെമ്മറി. സോ നമ്മുടെ മെമ്മറി എൻഹാൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് അല്ലെങ്കിൽ ടെക്നിക്സിനെ പറയുന്ന പേരാണ് നിമോണിക്സ് എന്ന്. സോ ഈ നിമോണിക്സ് ഇതിനെ തന്നെ നമുക്ക് ബ്രോഡായിട്ട് 2 കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ദേ ആർ ബേസിക്കലി 2 ബ്രോഡ് കാറ്റഗറീസ് ഓഫ് നിമോണിക്സ്. 1 കാറ്റഗറി ഓഫ് നിമോണിക്സ് യൂസസ് ഇമേജസ് വൈൽ അതർ യൂസസ് പ്രിൻസിപ്പിൾ ഓഫ് ഓർഗനൈസേഷൻ ടു മെമ്മറൈസ് ഇൻഫർമേഷൻ. സോ നിമോണിക്സിന് നമുക്ക് 2 കാറ്റഗറി. ഒന്ന് ഇമേജസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, മെമ്മറി എൻഹാൻസ് ചെയ്യാം.
അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിലൂടെ മെമ്മറി ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ മെമ്മറി എൻഹാൻസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഓരോന്നും നോക്കാം. ഇമേജസ് യൂസ് ചെയ്ത് നമ്മൾ പറഞ്ഞു, ഇമേജസ് യൂസ് ചെയ്തിട്ട് നമുക്ക് നിമോണിക്സ് സ്ട്രാറ്റജി ഉപയോഗിച്ച് മെമ്മറീസ് യൂസ് ചെയ്യാം അല്ലേ. മെമ്മറീസ് അല്ല, ഇമേജസ് യൂസ് ചെയ്തുകൊണ്ട് മെമ്മറി എൻഹാൻസ് ചെയ്യാം. സോ അതിൽ തന്നെ രണ്ടായിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതായത് മെത്തേഡ് ഓഫ് ലോസി എന്നാണ് ഇത് പറയുന്നത്. ലോക്കസിൻ്റെ പ്ലൂറൽ ഫോമാണ് ലോസെ എന്ന് പറയുന്നത്. ദർ ആർ മെനി സ്ട്രാറ്റജീസ് വിച്ച് യൂസ് ഇമേജസ് ടു ഇംപ്രൂവ് എഫിഷ്യൻസി ഇൻ റീറ്റെയിനിങ് ആൻഡ് റിട്രീവൽ ഇൻഫർമേഷൻ ഫോളോയിങ് 2 types ഓഫ് നിമോണിക്സ് യൂസസ് ഇമേജസ്. സോ അതിൽ ഒന്നാണ് മെത്തേഡ് ഓഫ് ലോസി, പ്ലേസിംഗ് ഇമേജ് അറ്റ് ദ ലൊക്കേഷൻ. ലോസി pronounced as loci is a plural form of locus which refers to position or place. സോ നമ്മൾ എന്തെങ്കിലും ഒരു അല്ലെങ്കിൽ ഒരു വേർഡ് പഠിക്കുന്നതിന് പകരം അവിടെ ആ സ്ഥലത്ത് അതിൻ്റെ സിമിലർ ആയിട്ടുള്ളൊരു ഇമേജ് നമ്മൾ പ്ലേസ് ചെയ്യുന്നു. ആ ഫെമിലിയർ ആ സ്ഥലത്ത് അല്ലെങ്കിൽ ഒരേപോലെ ഇരിക്കുന്ന നമ്മൾ പറയുന്ന വാക്കിന് ഫെമിലിയർ ആയിട്ടുള്ള ഇമേജ് അവിടെ ആഡ് ചെയ്യുന്നു. ദിസ് മെത്തേഡ് യൂസസ് ദ ലൊക്കേഷൻ ഓഫ് എ ഫെമിലിയർ പ്ലേസ് ആസ് എ ക്യൂ ടു റിട്രീവ് ഇൻഫർമേഷൻ. Now suppose you want to learn a list of objects that you want to buy from a nearby grocery store. The list contains items like egg, tomato, pen, washing powder and salt. Now to remember this item, first visualize each of them to be located in some separate spatial location, such as in different rooms of your house. Then mentally go through your house visualizing each item in a separate place. After reaching the market, all you need to do is to take another mental tour of your house and recall the item you have placed in the different location in a sequence. So ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷന് എന്ത് ചെയ്യുന്നു, പല പ്ലേസിൽ നമുക്കറിയുന്ന പല പ്ലേസിലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് വീണ്ടും നമ്മൾ അതിലോട്ട് തിരിഞ്ഞ് ആ ഒരു പ്ലേസിലോട്ട് പോകുമ്പോൾ നമുക്കത് ഓർമ്മ വരുമെന്നാണ് പറയുന്നത്. ഉദാഹരണം എൻ്റെ അടുത്ത് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇപ്പോൾ വീട്ടിൽ നിന്ന് ഒരുപാട് ഐറ്റംസ് കടയിൽ പോയി പർച്ചേസ് ചെയ്യാൻ പറയുന്നു. ഉദാഹരണം എഗ്ഗ്, മുട്ട, ടൊമാറ്റോ, പെൻ, വാഷിംഗ് പൗഡർ, സോൾട്ട്. സോ ഇങ്ങനെ എല്ലാം എന്താണ് പല സ്ഥലങ്ങളിൽ പല ഏരിയയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് ഓർത്ത് വെക്കാൻ വേണ്ടി എന്താണ് നമ്മുടെ വീടിലെ തന്നെ ഒരു പല ഭാഗങ്ങളായിട്ട് നമ്മൾ ഇതാക്കുന്നു. കിച്ചൺ ഏരിയയിൽ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ എഗ്ഗ്, അപ്പോൾ എഗ്ഗ് എന്ന് പറയുമ്പോൾ ആ കിച്ചൺ ഏരിയ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഫ്രിഡ്ജിൽ എഗ്ഗ്. സോ അപ്പോൾ എഗ്ഗുമായിട്ട് എന്ത് ചെയ്യുന്നു, അവിടെ നമുക്കൊരു സ്പേഷ്യലി നമ്മൾ എന്ത് ചെയ്യാന്ന് ഒരു ടൂർ നടത്തുമല്ലേ, നമ്മൾ മൈൻഡിലൂടെ അത് ഒന്ന് ടൂർ എടുക്കാം. അടുക്കള കഴിഞ്ഞു. സോ ഇനി അടുക്കള കഴിഞ്ഞാൽ ഇനി ടൊമാറ്റോയും ഫ്രിഡ്ജിൽ അപ്പോൾ എഗ്ഗും ടൊമാറ്റോയും ഫ്രിഡ്ജിലുണ്ട്. അപ്പോൾ പെൻ, അടുത്ത സ്റ്റഡി റൂമിലോട്ട് വന്നു. അപ്പോൾ അപ്പോഴത്തെ അവിടെ പെൻ, അപ്പോൾ പേന. ഇനി അടുത്ത് നമ്മൾ ലോണ്ട്രി സെക്ഷനിലോട്ട് വന്നു, കഴുകുന്ന വീട്ടിലെ ലോണ്ട്രി സെക്ഷനിൽ. അപ്പോൾ വാഷിംഗ് പൗഡർ, അവിടെ വാഷിംഗ് പൗഡർ ആവശ്യമുണ്ട്. ഇനി അതുപോലെ അടുക്കളയിൽ തന്നെ കുക്കിംഗ് സെക്ഷനിൽ സോൾട്ട്. സോ ഇങ്ങനെ പല രീതിയിൽ എന്ത് ചെയ്തു, നമ്മൾ പല സ്ഥലത്ത് പല ഐറ്റംസ് ഇങ്ങനെ ലൊക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. സോ അങ്ങനെ ഇത് എന്ത് ചെയ്യും, മെത്തേഡ് ഓഫ് ലോസി, പല പ്ലേസിലായിട്ട് നമ്മൾ ഓരോന്നും ഫെമിലിയർ പ്ലേസ് നമ്മളവിടെ ഇട്ടിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യും, ഇൻഫർമേഷൻ റിട്രീവ് ചെയ്ത് എടുക്കുന്നു. കടയിൽ ചെന്നിട്ട് നമ്മൾ ആലോചിക്കും അടുക്കളയിൽ എന്തൊക്കെയുണ്ട്, അപ്പോൾ ഫ്രിഡ്ജിലും എഗ്ഗും ടൊമാറ്റോയും. അത് അടുത്ത റൂമിലല്ല സ്റ്റഡി റൂമിലാണെങ്കിൽ പെന്ന്, ലോണ്ട്രി ഏരിയയിലാകുമ്പോഴത്തേക്ക് വാഷിംഗ്. അപ്പോൾ അവിടെ നമ്മൾ എന്തായാലും ഹോം ടൂർ നടത്തുകയാണ്. നമ്മൾ എവിടെയൊക്കെയാണോ വെച്ചത് ആ ഒരു പ്ലേസിലോട്ടൊരു ടൂർ നടത്തുന്നു. സോ അപ്പോൾ കിച്ചൺ, കുക്കിംഗ് ഏരിയയിൽ സോൾട്ട്. സോ അപ്പം ഈ ഒരു ടെക്നിക്കിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ മെമ്മറി എൻഹാൻസ് ചെയ്ത് എടുക്കുകയാണ്. സോ ഇതിനെയാണ് മെത്തേഡ് ഓഫ് ലോസി എന്ന് പറയുന്നത്. മെത്തേഡ് യൂസസ് ദ ലൊക്കേഷൻ ഓഫ് എ ഫെമിലിയർ പ്ലേസ് ആസ് എ ക്യൂ ടു റിട്രീവ് ഇൻഫർമേഷൻ. സോ ഇതാണ് മെത്തേഡ് ഓഫ് ലോസി. ഇനി അടുത്ത കീവേഡ് മെത്തേഡാണ്. ദ കീവേഡ് മെത്തേഡ് ഈസ് കൺസിഡേർഡ് അപ്രോപ്രിയേറ്റ് ഫോർ ലേണിംഗ് വൊക്കാബുലറി ആൻഡ് ഫോറിൻ ലാംഗ്വേജ്. സോ ഈ ഒരു മെത്തേഡ് കൂടുതലും നമുക്ക് വൊക്കാബുലറി പഠിക്കാൻ അല്ലെങ്കിൽ ഫോറിൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലേണിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കീവേഡ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇൻ ദിസ് മെത്തേഡ് എനി 2 pieces ഓഫ് ഇൻഫർമേഷൻസ് ആർ ലിങ്ക്ഡ് യൂസിങ് ഇമേജസ്. സോ ഇവിടെ 2 ഇൻഫർമേഷൻസ് ഒന്നിച്ച് ഒരു ഇമേജിലോട്ട് ലിങ്ക് ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ കീവേഡ് മെത്തേഡ് എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, യു വാണ്ട് ടു extend your vocabulary for the English language, you came across a word scowl, which stands for an angry or bad-tempered expression. In order to learn its meaning first, you need to find a keyword, a familiar word that sounds similar to the target word scowl. Now using an image, try to keyword.
സോ നമ്മളിപ്പോൾ ഇംഗ്ലീഷ് പഠിക്കുന്നതിൽ ഒരു ഇംഗ്ലീഷ് വേർഡാണ് സ്കൗൾ എന്ന് പറയുന്നത്. സ്കൗൾ എന്ന് പറയുന്നത് അതിൻ്റെ ഒറിജിനൽ മീനിങ് എന്ന് പറയുന്നത്, ഇംഗ്ലീഷ് മീനിങ് എന്ന് പറയുന്നത് ആംഗ്രി, ഭയങ്കര ദേഷ്യം അല്ലെങ്കിൽ ബാഡ് ടെമ്പേർഡ് എക്സ്പ്രഷനെയാണ് നമ്മൾ സ്കൗൾ എന്ന് പറയുന്നത്. സോ അപ്പോൾ ഇത് പഠിക്കാൻ വേണ്ടി നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് സ്കൗൾ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഒരു ഔളിൻ്റെ ഒരു പിക്ചർ ഓർമ്മ വരും അല്ലേ, സ്കൗൾ. അപ്പോൾ ഔൾ, അപ്പോൾ ആംഗ്രി ഫേസ് ഉള്ളൊരു ഒരു ഔളിൻ്റെ പിക്ചർ ആണെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാം, പെട്ടെന്ന് അത് മനസ്സിൽ നിൽക്കും അല്ലേ. സോ ഇതിൽ പിക്ചർ ഞാൻ ആഡ് ചെയ്യാൻ വിട്ടു, ഞാൻ നോട്ട്സ് ഇടുമ്പോഴത്തേക്ക് പിക്ചർ ആഡ് ചെയ്തേക്കാം. അപ്പം ഒരു ആംഗ്രി ഫേസ് ഉള്ളൊരു മൂങ്ങയുടെ പിക്ചർ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവിടെ രണ്ട് കാര്യങ്ങൾ ഒന്നിച്ച് മനസ്സിൽ നിൽക്കുമല്ലേ. അപ്പോൾ സ്കൗൾ എന്ന് പറയുന്നത് എന്താണ്, സോ ആംഗ്രി അല്ലെങ്കിൽ ബാഡ് ടെമ്പേർഡ് എക്സ്പ്രഷനെയാണ് എന്തെന്ന് പറയുന്നത്, സ്കൗൾ എന്ന് പറയുന്നത്. സോ അപ്പോൾ ഈ ഔളിനെ കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു വേർഡ് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് റീകളക്ട് ചെയ്യാനും പറ്റും, ഇൻഫർമേഷൻ റിട്രീവ് ചെയ്യാൻ പറ്റും. സ്കൗൾ എന്ന് പറയുന്നത് ബാഡ് ടെമ്പേർഡ് എക്സ്പ്രഷനെയാണ്. സോ ഇതാണ് കീവേഡ് മെത്തേഡ് എന്ന് പറയുന്നത്. Since the word scowl, an owl with an angry expression relate target word to an sound similar to owl. You can imagine a picture of an owl with an angry expression. Studies have suggested that this method of learning definition or vocabulary is far more superior than rote learning. So നമ്മൾ ചുമ്മാ കാണാതെ പഠിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് മനസ്സിൽ നിൽക്കുന്നത് ഇങ്ങനെയുള്ള ടെക്നിക്സ് യൂസ് ചെയ്താൽ കുറേ കാലം നമ്മൾ മെമ്മറിയിൽ നിൽക്കുമെന്നാണ് പറയുന്നത്. ഇനി അടുത്തതാണ് നിമോണിക്സ് യൂസിങ് ഓർഗനൈസേഷൻ. ഇത്രയും നമ്മൾ ഇമേജസ് യൂസ് ചെയ്തിട്ടുള്ളതാണ് പറയുന്നത്. അത് മെത്തേഡ് ഓഫ് ലോസി, അതായത് പ്ലേസിൻ്റെ അടിസ്ഥാനത്തിൽ. നെക്സ്റ്റ് കീവേഡാണ്. സോ അവിടെ എന്താണ് വേർഡിനെ ഓർഗനൈസ് ചെയ്യുന്നത്, നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള വേർഡിനെ ഇമേജുമായിട്ട് കണക്ട് ചെയ്യുന്നു. സോ അതിനാണ് കീവേഡ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഓർഗനൈസേഷനാണ് പറയുന്നത്. It improves the ability to learn and retrieve information accurately by applying the principle of reorganization of the material to be learned. Under this section, we will discuss two types of mnemonics. So, ഇതിൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഫെമിലിയർ ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന കാര്യമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിച്ചു കഴിയുമ്പോൾ അത് കുറേ കൂടെ നമ്മൾ മൈൻഡിൽ നിൽക്കുമെന്നാണ് പറയുന്നത്. അതിന് ഉദാഹരണമാണ് ചങ്കിങ് എന്ന് പറയുന്ന മെത്തേഡ്. ചങ്കിങ് എന്ന് പറയുന്നത് മെത്തേഡ് ഓഫ് കമ്പൈനിങ് സ്മോളർ യൂണിറ്റ്സ് ഇൻ ടു മീനിങ് ലാർജർ യൂണിറ്റ്സ്. സോ ഈ ഒരു നിമോണിക്സ് മെത്തേഡ്, അതായത് നിമോണിക്സിലെ ഓർഗനൈസേഷൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണ് ചങ്കിങ് എന്ന് പറയുന്നത്. ഈ മെത്തേഡ് എന്താ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ചെറിയ സ്മോളർ യൂണിറ്റ്സ് കമ്പൈൻ ചെയ്തൊരു മീനിങ് ആയിട്ടുള്ള ഒരു ലാർജർ യൂണിറ്റിലോട്ട് കൊണ്ടുപോകും. ആസ് ഇഫ് യു വെയർ ആസ്ക്ഡ് ടു റിമെമ്പർ ദ ഫോളോയിങ് സീരീസ് ഓഫ് നമ്പർ. സോ നിങ്ങളുടെ അടുത്ത് പറയണേ 1939 1945. സോ ഇങ്ങനെ ഈ ഇത്രയും നമ്പർ നിങ്ങൾ എന്ത് ചെയ്യണം, ഓർത്ത് വെച്ചിരിക്കണം. കുറേ കാലം നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കണമെന്ന് പറയും. പക്ഷേ നിങ്ങൾ എന്താ ജസ്റ്റ് ഇങ്ങനെ 1939 1945 നിങ്ങൾ എത്ര കാലം നിങ്ങൾ റിപ്പീറ്റ് ചെയ്താലും കുറേ ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അത് മറന്നു പോകും അല്ലേ. സോ അതിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ നമുക്ക് ഈ ഒരു വലിയൊരു ഇതിനെ ചെറിയ യൂണിറ്റുകളാക്കി ഒരു ലാർജർ കമ്പാർട്ട്മെൻറ്റ് യൂണിറ്റിലോട്ട് നമുക്ക് മാറ്റാൻ പറ്റും. അതായത് ഇപ്പോൾ ഇതിൽ 1939. സോ അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുക, 1939 അപ്പോൾ 1939. അപ്പോൾ 1939 to 1945. അപ്പോൾ സെക്കൻഡ് വേൾഡ് വാർ സ്റ്റാർട്ട് ചെയ്തത് 1939 അപ്പോൾ എൻഡ് ചെയ്തത് 1945. സോ അപ്പോൾ നിങ്ങൾക്ക് ഇനി ആ വേർഡ് നിങ്ങൾ പറയാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും, 1939 1939 1945. സോ ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ഓർത്ത് വെക്കാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ ചങ്കിങ് എന്ന് പറയുന്നത്. നമുക്കൊരു വലിയൊരു കാര്യം പഠിക്കണം. അപ്പോൾ അതിനുവേണ്ടി അതിനെന്ത് ചെയ്യും, ചെറിയ സ്മോളർ യൂണിറ്റ്സ് ആയിട്ട് മാറ്റിയിട്ട് അതിൻ്റെ മീനിങ് അത്രയും കാര്യം നമ്മൾ എന്ത് ചെയ്യും, പഠിച്ചെടുക്കും. സോ അതിനാണ് ചങ്കിങ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ഇതുപോലെ തന്നെ ഇത് നമ്മളിപ്പം ഒരു വലിയൊരു യൂണിറ്റിനെ ചെറുതാക്കി അതിനെ പഠിച്ചു വെച്ചു. ഇനി ഇതിൽ തന്നെ വേറൊരു ടെക്നിക്ക് യൂസ് ചെയ്യാം അല്ലേ. ഒരുപാട് ഇതുണ്ടെങ്കിൽ അതിൻ്റെ ആദ്യത്തെ ലെറ്റേഴ്സ് വിബ്ജി ഓർ നമ്മൾ കുഞ്ഞു ക്ലാസ് തൊട്ടേ നമ്മൾ പഠിക്കുന്ന കാര്യമല്ലേ. വയലറ്റിൻ്റെ കളേഴ്സ് എന്താണ്, റെയിൻബോ കളേഴ്സിന് വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. സോ ഇത് ഇത്രയും നമ്മൾ ഓർത്ത് വയ്ക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യും, ആദ്യത്തെ ഓരോ ലെറ്റർ എടുത്തിട്ട് വിബ്ജിയോ എന്ന് ഓർത്ത് വെച്ചു. അപ്പം വി ഫോർ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ. സോ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ഓരോ ലെറ്റർ യൂസ് ചെയ്ത്. അതല്ലെങ്കിൽ നമ്മൾ PSCയിൽ തന്നെ എന്താണ് പല ടെക്നിക്ക് കണ്ടിട്ടുണ്ടല്ലേ, പല ഉത്തരായന രേഖ കടന്നു പോകുന്നതിന് ഒരു കോഡ്. സോ അങ്ങനെ പല കോഡുകൾ യൂസ് ചെയ്ത് എന്ത് ചെയ്യും, നമ്മൾ പഠിച്ച് അല്ലെങ്കിൽ ഓർത്ത് വെക്കാൻ വേണ്ടി അത് നമ്മൾ കോഡുകളാക്കി വെച്ച് പഠിക്കും. സോ ഇതിനാണ് നമ്മൾ ചങ്കിങ് എന്ന് പറയുന്നത്, ചങ്കിങ് മെത്തേഡ് എന്ന് പറയുന്നത്.
സോ ഇത്രയേ ഉള്ളൂ മെമ്മറി എൻഹാൻസിങ് ടെക്നിക്സ് അല്ലെങ്കിൽ മെമ്മറി ഇമ്പ്രൂവ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് ടെക്നിക്സ് ഒക്കെ എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കാണ് അംനേഷ്യ എന്ന് പറയുന്നത്. സോ വെൻ പീപ്പിൾ ലൂസ് ദെയർ എബിലിറ്റി ടു മെമ്മറൈസ് ഡേറ്റ ദേ ഹാവ് അംനേഷ്യ. സോ ഒരു വ്യക്തിക്ക് അവർക്ക് ഓർമ്മ സൂക്ഷിച്ച് വെക്കാൻ, അല്ലെ ഓർമ്മ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് നമ്മളെന്തെന്ന് പറയുന്നത് അംനേഷ്യ എന്ന് പറയുന്നത്. അംനേഷ്യ ഓൾസോ റെഫേഴ്സ് ടു ആൻ ഇനബിലിറ്റി ടു റീകോൾ ഇൻഫർമേഷൻ ദാറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ മെമ്മറി. സോ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല, പിന്നെന്താണ്, പണ്ട് നമ്മൾ ഓൾറെഡി ഓർത്ത് വെച്ചിരുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, തിരിച്ച് റീകോൾ ചെയ്യാൻ പറ്റുന്നില്ല, ഓർത്തെടുക്കാൻ പറ്റാതെ വരുന്ന അവസ്ഥയെ നമ്മൾ എന്തെന്ന് പറയും, അംനേഷ്യ എന്ന് പറയും. ഇറ്റ് ഈസ് സിമ്പിൾ ടേമിൽ നമുക്ക് എന്താ പറയാം, ഇറ്റ്സ് എ ലോസ് ഓഫ് മെമ്മറി. ഓർമ്മ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് നമ്മൾ അംനേഷ്യ എന്ന് പറയുന്നത്. നമ്മുടെ മൈൻഡിൽ അല്ലെങ്കിൽ നമ്മുടെ മെമ്മറിയിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒന്നും നമ്മുടെ മൈൻഡിലോട്ട് നല്ല ഓർത്ത് വെക്കാനുള്ള ആ ഒരു കഴിവ് നഷ്ടപ്പെടുന്നു. സോ ഇതിനെല്ലാമാണ് നമ്മൾ അംനേഷ്യ എന്ന് പറയുന്നത്. ഇനി ടൈപ്സ് ഓഫ് അംനേഷ്യ ആണ്. ആൻട്രോഗ്രേഡ് അംനേഷ്യ, ദ പേഷ്യൻറ്റ് cannot remember new information, things that happened recently, information that should be stored into short-term memory. സോ ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് പുതിയതായിട്ട് കിട്ടുന്ന ഇൻഫർമേഷൻസ് ഒന്നും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നില്ല. പുതിയതായിട്ട് നടക്കുന്ന റീസെൻ്റായിട്ട് നടക്കുന്ന കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു, മറന്ന് പോകുന്നു, ആ ഒരു അവസ്ഥ. അതുപോലെ നമ്മുടെ ഷോർട്ട് ടേം മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഇത് കുറച്ച് ദിവസം, അല്ലെങ്കിൽ ഇന്നലെ ഞാൻ എന്ത് ചെയ്തിരുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യം, ചെറിയ മെമ്മറിയിലിരിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പുതിയ ഇൻഫർമേഷൻസ് ഓർത്തെടുക്കാൻ പറ്റാതെ വരുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ആൻട്രോഗ്രേഡ് അംനേഷ്യ എന്ന് പറയുന്നത്. ആൻട്രോഗ്രേഡ് അംനേഷ്യ, ദിസ് ഈസ് യൂഷ്വലി കോസ്ഡ് ബൈ ബ്രെയിൻ ട്രോമ, ബ്രെയിൻ ഡാമേജ് ഫ്രം എ ബ്ലോ ടു ദ ഹെഡ്. സോ ബ്രെയിനിലെ ഏരിയാസിൽ ബ്രെയിൻ ഡാമേജ് വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ഒരു മെമ്മറി ലോസ് ആണ് ആൻട്രോഗ്രേഡ് അംനേഷ്യ എന്ന് പറയുന്നത്. പുതിയ കാര്യങ്ങളെല്ലാം മറന്നു പോകും. എ പേഷ്യൻറ്റ് വിത്ത് ആൻട്രോഗ്രേഡ് അംനേഷ്യ ക്യാൻ റിമെമ്പർ ഡേറ്റ ആൻഡ് ഇവൻറ്റ്സ് വിച്ച് ഹാപ്പൻ ബിഫോർ ദ ഇഞ്ചുറി. സോ ഈ ഇഞ്ചുറിക്ക് ശേഷമുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് നല്ലതുപോലെ ഓർമ്മയുണ്ട്. സോ ഈ ഒരു ഇഞ്ചുറി അല്ലെങ്കിൽ ഈ ഒരു ട്രോമ നടന്നതിന് ശേഷമുള്ള കാര്യങ്ങളൊന്നും അവർക്ക് ഓർമ്മ വരുന്നില്ല. സോ ഈ ഒരു അവസ്ഥയാണ് നമ്മൾ ആൻട്രോഗ്രേഡ് അംനേഷ്യ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്പാണ് റിട്രോഗ്രേഡ് അംനേഷ്യ എന്ന് പറയുന്നത്. സോ ഇത് നേരെ ഓപ്പോസിറ്റ്, ആൻട്രോഗ്രേഡ് അംനേഷ്യയുടെ നേരെ ഓപ്പോസിറ്റ്. സോ ഇവിടെ എന്താണ്, ട്രോമയ്ക്ക് ഈ ഒരു ആക്സിഡൻറ്റ് നടന്നതിന് മുമ്പുള്ള കാര്യങ്ങൾ, പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ലാത്തൊരവസ്ഥ, അതിനുശേഷം നടന്നതെല്ലാം നോർമലി അവർക്ക് അറിയാൻ പറ്റുന്ന ഒരവസ്ഥ. സോ ഒരു പഴയൊരു മൂവിയുണ്ട്, ശോഭനയുടെ ഇന്നലെ എന്ന് പറയുന്നൊരു മൂവി. അതിൻ്റെ അകത്ത് അവർക്ക് ഒരു ബസ്സിൽ ആക്സിഡൻ്റായി പഴയ കാര്യങ്ങളെല്ലാം മറന്നു പോകും. അവർക്ക് എന്താണ്, പിന്നീട് ഉള്ള ഈ ട്രോമ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഓർമ്മയിലുള്ളൂ. സോ ആ ഒരു അവസ്ഥയാണ് നമ്മൾ റിട്രോഗ്രേഡ് അംനേഷ്യ എന്ന് പറയുന്നത്. സോ പ്രീവിയസ് ട്രോമയ്ക്ക് മുമ്പ് അല്ലെങ്കിൽ ആക്സിഡൻറ്റ് നടന്നതിന് മുമ്പ് ഉള്ള കാര്യങ്ങളെല്ലാം മറന്നു പോകുന്നു. ആ ഒരു അവസ്ഥ നമ്മൾ പറയുന്നതാണ് റിട്രോഗ്രേഡ് അംനേഷ്യ. ഇനി അടുത്തത് ട്രാൻസിയൻറ്റ് ഗ്ലോബൽ അംനേഷ്യ. ഇതെന്ന് പറയുന്നൊരു ടെമ്പററി ലോസ് ആണ്. ടെമ്പററി ലോസ് ഓഫ് ഓൾ മെമ്മറി, അല്ലെങ്കിൽ ഷോർട്ട് ടേം മെമ്മറി ലോസ് എന്ന്. അതായത് നമ്മുടെ മെമ്മറി ടൈപ്പിലെ ഷോർട്ട് ടേം മെമ്മറി ലോസ് ആവുന്നതല്ല, കുറച്ച് കാലത്തേക്ക്, അല്ലെങ്കിൽ ടെമ്പററി ലോസ് എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഷോർട്ട് ടേം മെമ്മറി ലോസ് എന്ന് പറയുന്നത്. അപ്പം ട്രാൻസിയൻറ്റ് ഗ്ലോബൽ അംനേഷ്യ എന്ന് പറയുന്നത് ഒരു ടെമ്പററി ലോസ് ഓഫ് മെമ്മറിയാണ്. ദ പേഷ്യൻറ്റ് വിത്ത് ട്രാൻസിയൻറ്റ് ഗ്ലോബൽ അംനേഷ്യ ഓൾസോ ഫൈൻഡ് ഇറ്റ്സ് വെരി ഹാർഡ് ടു ഫോം ന്യൂ മെമ്മറീസ്. ഹി ഓർ ഷീ ഹാസ് സിവിയർ ആൻട്രോഗ്രേഡ് അംനേഷ്യ. സോ ഈ ഒരു ട്രാൻസിയൻറ്റ് ഗ്ലോബൽ അംനേഷ്യ എന്ന് പറഞ്ഞാൽ നമുക്ക് പുതിയ കാര്യങ്ങളൊന്നും ഓർമ്മ നിൽക്കാത്തൊരവസ്ഥ. അതായത് ആൻട്രോഗ്രേഡ്, നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, ആൻട്രോഗ്രേഡ് അംനേഷ്യ പോലുള്ളൊരു ഇതാണ്. കുറച്ച് കാലത്തേക്ക് നമ്മൾ പുതിയതായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പെട്ടെന്ന് മറന്നു പോകണം. ദ ലോസ് ഓഫ് പാസ്റ്റ് മെമ്മറീസ് ഈസ് മൈൽഡർ. പഴയ മെമ്മറി മറന്നു പോണത് കുറവായിരിക്കും. ദിസ് ഈസ് വെരി റെയർ ഫോം ഓഫ് അംനേഷ്യ. ഇത് വളരെ റെയർ ആയിട്ടുള്ളൊരു അംനേഷ്യയുടെ ഫോമാണ്. എ ട്രാൻസിയൻറ്റ് ഗ്ലോബൽ അംനേഷ്യ പേഷ്യൻറ്റ് ടെൻ ടു ബി ഓൾഡർ ആൻഡ് യൂഷ്വലി ഹാസ് എ വാസ്കുലർ ഡിസീസ്. സോ ഇങ്ങനെ ഒരു ടെമ്പററി ഗ്ലോബൽ അല്ലെങ്കിൽ ട്രാൻസിയൻറ്റ് ഗ്ലോബൽ അംനേഷ്യ എന്ന് പറയുന്നത് വളരെ റെയർ ആയിട്ട് കാണുന്ന, അല്ലെങ്കിൽ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരിൽ കാണപ്പെടുന്ന ഒരു അംനേഷ്യയാണിത്. ഇതെന്ന് പറയുന്നത് കൂടുതലും വാസ്കുലർ, നമ്മുടെ ബ്ലഡിൻ്റെ വെസൽസ് പ്രോബ്ലവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ഒരു
അംനേഷ്യയാണ് ട്രാൻസിയൻറ്റ് ഗ്ലോബൽ അംനേഷ്യ. ടെമ്പററി ആയിട്ട് കുറച്ച് കാലത്തേക്ക് കുറേ കാര്യങ്ങൾ നമ്മൾ മറന്നു, നമ്മൾ മുമ്പ് ചെയ്ത കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, മറന്നു പോകും. പക്ഷേ പഴയ കാര്യങ്ങളൊക്കെ കുറേയൊക്കെ ഓർമ്മ കാണും. സോ അതിനെയാണ് നമ്മൾ ട്രാൻസിയൻറ്റ് ഗ്ലോബൽ അംനേഷ്യ അല്ലെങ്കിൽ ഷോർട്ട് ടേം മെമ്മറി ലോസ് എന്ന് പറയുന്നത്. ഷോർട്ട് ടേം മെമ്മറി ലോസിൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ടെമ്പററി ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് കാലത്തേക്ക് കുറച്ച് മെമ്മറി നഷ്ടപ്പെട്ടു പോകുന്നു. സോ അതാണ് ഉദ്ദേശിക്കുന്നത് ട്രാൻസിയൻറ്റ് ഗ്ലോബൽ അംനേഷ്യ. ഇനി ട്രോമാറ്റിക് അംനേഷ്യ ഉണ്ട്. മെമ്മറി ലോസ് കോസ്ഡ് ബൈ എ ഹാർഡ് ബ്ലോ ടു ദ ഹെഡ്. പീപ്പിൾ ഹു ലോസ് ദെയർ മെമ്മറി ആസ് എ റിസൾട്ട് ഓഫ് എ കാർ ആക്സിഡൻറ്റ് മേ ഹാവ് ട്രോമാറ്റിക് അംനേഷ്യ. People with a traumatic amnesia may experience a brief loss of consciousness or even go into a coma. In the majority of cases, the amnesia is temporary. How long it lasts usually depends on how severe the injury is. Sports scientists say that amnesia is an important indicator of concussions. So, traumatic amnesia എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മെമ്മറി നഷ്ടപ്പെടുന്നു. ഉദാഹരണം, നമ്മുടെ ബ്രെയിനിലൊരു നല്ല ഒരു അടി കിട്ടുക, അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മെമ്മറി നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് നടന്ന് നമ്മുടെ മെമ്മറി നഷ്ടപ്പെട്ടു പോകുന്നു. സോ ഇവിടെ ചിലപ്പോൾ ഈ ഒരു സമയത്ത് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഈ ഒരു ട്രോമാറ്റിക് അംനേഷ്യ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻറ്റ് സമയത്ത് നടക്കുന്ന ഈ അംനേഷ്യ കാരണം ചിലപ്പോൾ എന്താവാം, നമ്മുടെ കോൺഷ്യസ്നെസ്, നമ്മുടെ ബോധ മനസ്സ് എന്ത് ചെയ്യും, ഉറങ്ങിപ്പോവും, അല്ലെങ്കിൽ കോമ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലോട്ട് പോകും. നമുക്കൊന്നും ചെയ്യാനോ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് പോകും. സോ അതിനാണ് നമ്മൾ ട്രോമാറ്റിക് അംനേഷ്യ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് വെർണിക് കൊർസാക്കോഫ് സൈക്കോസിസ്. പേര് കേട്ട് പേടിക്കേണ്ട. സോ ഇത് ജസ്റ്റ് ആൽക്കഹോൾ ഒരുപാട് യൂസ് ചെയ്യുന്നവരിൽ വരുന്ന ഒരു മെമ്മറി ലോസ് ആണ് വെർണിക് കൊർസാക്കോഫ് സൈക്കോസിസ് എന്ന് പറയുന്നത്. ദിസ് ടൈപ്പ് ഓഫ് മെമ്മറി ലോസ് ഇസ് കോസ്ഡ് ബൈ എക്സ്റ്റെൻഡഡ് ആൽക്കഹോൾ അബ്യൂസ്. ദ ഡിസോർഡർ ടെൻഡ് ടു ബി പ്രോഗ്രസീവ്. ഇറ്റ് ഗ്രാജുവലി ഗെറ്റ്സ് വേഴ്സ് ആൻഡ് വേഴ്സ് ഓവർ ടൈം. Patients with Wernicke-Korsakoff psychosis also tend to have neurological problems such as poor coordination and the loss of feelings in the toes and fingers. It can also be caused by malnutrition. It is linked to thiamine deficiency. So, chronic alcoholic persons ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ന്യൂട്രിയൻ്റ് ആണ് തൈമിൻ എന്ന് പറയുന്നത്. സോ ഒരുപാട് ഭയങ്കര ക്രോണിക് ആൽക്കഹോളിക് പേഷ്യൻസിന് തൈമിൻ ഡെഫിഷ്യൻസി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ മാൽന്യൂട്രീഷൻ ഉണ്ടായിരിക്കും. സോ ഈ ഒരു വെർണിക് കൊർസാക്കോഫ് സൈക്കോസിസ് എന്ന് പറയുന്നത് ഒരുപാട് കാലം ഒരുപാട് മദ്യം യൂസ് ചെയ്യുന്നവരിൽ വരുന്ന ഒരു മെമ്മറി ലോസ് ആണിത്. ഇത് എന്താണ്, ഓരോ ദിവസം തോറും ഈ മദ്യപാനം കൂടുന്നതിനനുസരിച്ച് ഓരോ ദിവസം തോറും മെമ്മറി എന്ത് ചെയ്തുകൊണ്ടിരിക്കും, കുറഞ്ഞുകൊണ്ടേ ഇരിക്കും. ഇനി ഇത് കാരണം സൈക്കോസിസ് കാരണം എന്ത് സംഭവിക്കാം, ന്യൂറോളജിക്കൽ പ്രോബ്ലംസ് വരാം. അതായത് നമുക്ക് കൈ കാലിൻ്റെ കോർഡിനേഷൻസ് ഒക്കെ പോവാം, അതുപോലെ കാലിലെയും കൈയുടെയൊക്കെ ഫീലിങ്സ് നഷ്ടപ്പെടാം. ടച്ച് ചെയ്തെന്ന് അറിയാതെ നമ്മൾ ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ കാലിലൊന്നും ഫീലിങ്സ് ഇല്ലല്ലോ. സോ അതുപോലെയുള്ള ഫീലിങ്സൊക്കെ ഒരുപാട് എക്സ്റ്റെൻഡ് ആയിട്ട് യൂസ് ചെയ്താൽ വരും. സോ അങ്ങനെ വരുന്ന ഒരു അംനേഷ്യയാണ് വെർണിക് കൊർസാക്കോഫ് സൈക്കോസിസ് എന്ന് പറയുന്നത്. ആൽക്കഹോളിക് ഒരുപാട് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ക്രോണിക് ആൽക്കഹോളിക് പേഷ്യൻസിൽ വരുന്ന ഒരു അംനേഷ്യയാണ് വെർണിക് കൊർസാക്കോഫ് സൈക്കോസിസ്. ഇനി അടുത്ത ഹിസ്റ്ററിക്കൽ ഫ്യൂഗെ അംനേഷ്യ. ദിസ് ഇസ് എ വെരി റെയർ ഫിനോമിനൻ. Patients forget not only their past but their very identity. A person could wake up and suddenly not have any sense at all of who they are. Even if they look in the mirror, they do not recognize their own reflection. The person in the mirror is a stranger. All the details in the wallet, driving license, credit card IDs are meaningless. This type of amnesia is usually triggered by an event that the person's mind is unable to cope with properly. In most cases, the memory either slowly or suddenly comes back within a few days. However, the memory of the shocking event itself may never come back completely. It is important that doctor diagnosing patient for epilepsy eliminate this type of amnesia from their list of alternative illness. So, hysterical fugue അല്ലെങ്കിൽ ഹിസ്റ്റീരിക്കൽ അംനേഷ്യ അല്ലെങ്കിൽ ഫ്യൂഗെ അംനേഷ്യ എന്ന് പറയുന്നത് വെരി റെയർ ആയിട്ട് കാണപ്പെടുന്ന ഒരു അംനേഷ്യയാണ്. ഇവിടെ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ട്രോമയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ഇവൻറ്റിൻ്റെ ഭാഗമായിട്ട് അവർക്ക് അവരാരാന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് പോകുന്നു. കണ്ണാടിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതാരാണ്, എന്താണ് എൻ്റെ ഐഡൻറ്റിറ്റി, ഞാൻ ആരാണ് എന്നുള്ള കാര്യം തിരിച്ചറിയാൻ പറ്റാത്ത വരുന്ന ഒരു അവസ്ഥയാണ് ഹിസ്റ്റീരിക്കൽ അംനേഷ്യ എന്ന് പറയുക, അല്ലെങ്കിൽ ഫ്യൂഗെ അംനേഷ്യ എന്ന് പറയുന്നത്.
ഇത് വരുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് എന്താണ്? ആ വ്യക്തിക്ക് മനസ്സിൽ താങ്ങാൻ പറ്റാത്ത രീതിയിലോ അല്ലെങ്കിൽ അയാൾക്കത് അനേബിൾ ടു കോപ്പ് അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ അയാൾക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് മൈൻഡ് വിട്ടുപോകാം. സോ അങ്ങനെ വരുന്ന ഒരു ഇതാണ് ഹിസ്റ്റീരിക്കൽ അംനേഷ്യ എന്ന് പറയുന്നത്. സോ അപ്പോൾ ഒരു വ്യക്തിക്ക് അയാളെ തന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, തിരിച്ചറിയാൻ പറ്റത്തില്ല. ആരാണ് ഞാൻ, എന്തായിരുന്നു ഞാൻ, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും തിരിച്ചറിയാൻ പറ്റില്ല. അയാളുടെ ലൈസൻസ് കണ്ടാലും അയാളുടെ സർട്ടിഫിക്കറ്റുകൾ കണ്ടാലും ഒന്നും ഇതാരാണെന്ന് ഒന്നും തിരിച്ചറിയാൻ പറ്റാതെ വരുന്ന ഒരു അവസ്ഥ. അത് ഒരു പെട്ടെന്നുള്ള സഡനായിട്ടുള്ള ഷോക്ക് കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രെസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടൊക്കെ വരുന്ന ഒരു അവസ്ഥയാണ് ഹിസ്റ്റീരിക്കൽ അംനേഷ്യ എന്ന് പറയുന്നത്. ഇനി അടുത്ത ചൈൽഡ്ഹുഡ് അംനേഷ്യ, അതായത് ഇൻഫൻറ്റൈൽ അംനേഷ്യ എന്ന് പറഞ്ഞാൽ അതെല്ലാവർക്കും ഉള്ളതാണ്. ദ പേഷ്യൻറ്റ് കനോട്ട് റീകോൾ ഇവൻറ്റ്സ് ഫ്രം ഏർലി ചൈൽഡ്ഹുഡ്. നമ്മുടെ ഏർലി ചൈൽഡ്ഹുഡ് പീരീഡിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യില്ല, നമുക്ക് ചിലർക്ക് ചില ഏരിയാസൊക്കെ ഓർമ്മ വരാം. പക്ഷേ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഒരു ദിവസം നടന്ന കാര്യങ്ങൾ എന്ത് ചെയ്യത്തില്ല, ചൈൽഡ്ഹുഡിൽ നടന്ന പല കാര്യങ്ങളും നമുക്ക് മറന്നു പോകും. ദിസ് ടൈപ്പ് ഓഫ് അംനേഷ്യ മേ ബി അസോസിയേറ്റഡ് വിത്ത് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്. അതേഴ്സ് സേ ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് സം മെമ്മറി ഏരിയാസ് ഓഫ് ദ ബ്രെയിൻ വെയർ നോട്ട് ഫുള്ളി മെച്യൂർ ഡ്യൂറിങ് ചൈൽഡ്ഹുഡ്. സോ ഈ ചൈൽഡ്ഹുഡ് അംനേഷ്യ കൂടുതലും നടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇയർലി ചൈൽഡ്ഹുഡ് പീരീഡിൽ നമ്മുടെ ബ്രെയിനിൻ്റെ പല ഏരിയാസും മെച്യൂർ ആവത്തില്ല. സോ കുട്ടികളിൽ ഫുള്ളി ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ചൈൽഡ്ഹുഡിൽ നടക്കത്തില്ല, മെച്യൂർ ആവത്തില്ല. സോ അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാത്തത്, ഈ വലുതാവുന്നതനുസരിച്ച് നമുക്ക് ആ ചൈൽഡ്ഹുഡ് പഴയ കാര്യങ്ങൾ ഏർലി ചൈൽഡ്ഹുഡിലുള്ള 2 വയസ്സ് അല്ലെങ്കിൽ 3 വയസ്സിലുള്ള കാര്യങ്ങളെല്ലാം മറന്നു പോകുന്നത്. സോ അതുതന്നെയാണ് നമ്മൾ ചൈൽഡ്ഹുഡ് അംനേഷ്യ അല്ലെങ്കിൽ ഇൻഫൻറ്റൈൽ അംനേഷ്യ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് പോസ്റ്റ് ഹിപ്നോട്ടിക് അംനേഷ്യ. സോ ഇവൻറ്റ് ഡ്യൂറിങ് ഹിപ്നോസിസ് കനോട്ട് ബി റീകോൾഡ്. അതായത് നമ്മൾ ഹിപ്നോട്ടിക് എന്ന് പറഞ്ഞ ഒരു സൈക്കോളജിക്കൽ ഒരു ടെക്നിക്കാണ്. സോ ആ ഹിപ്നോട്ടൈസ് ചെയ്യുക എന്ന് പറയത്തില്ലേ, ആ സമയത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഓർത്തെടുക്കാൻ പറ്റത്തില്ല. സോ അതിനെയാണ് നമ്മൾ പോസ്റ്റ് ഹിപ്നോട്ടിക് അംനേഷ്യ എന്ന് പറയുന്നത്. Next is source amnesia. The person can remember certain information but does not know how or where they got that information. Source amnesia എന്ന് പറയുന്നത് നമുക്ക് ചില ഇൻഫർമേഷൻ നമുക്കറിയാം, പക്ഷെ അത് എവിടെ നിന്ന് കിട്ടി അല്ലെങ്കിൽ എങ്ങനെ എനിക്കതെങ്ങനെ ആ ഒരു ഇൻഫർമേഷൻ കിട്ടി എന്ന് ചോദിച്ചാൽ എന്താണ്, അതവർക്കറിയത്തില്ല, അതവർ എന്ത് ചെയ്യും, മറന്നു പോകും. സോ അതിനെയാണ് നമ്മൾ സോഴ്സ് അംനേഷ്യ. കുട്ടികൾ പല വാക്കുകളും പറഞ്ഞുകൊണ്ട് വരുമല്ലേ വീട്ടിൽ. സോ അത് എവിടെ നിന്ന് പഠിച്ചു എന്ന് ചോദിച്ചാൽ അവർക്കത് ചിലപ്പോൾ അറിയത്തില്ല. അവർ അറിയാതെ എവിടെ നിന്നെങ്കിലും പഠിച്ചതായിരിക്കാം, അതവരെന്തായി മറന്നു പോയിട്ടുണ്ട്. സോ അങ്ങനെ അവർക്ക് ഒരു ഇൻഫർമേഷൻ അവർക്ക് കിട്ടി, പക്ഷെ അത് എവിടെ നിന്ന് കിട്ടിയെന്ന് അവർക്ക് അറിയില്ല. സോ അതിനെയാണ് നമ്മൾ സോഴ്സ് അംനേഷ്യ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് പ്രോസോപാഗ്നോസിയ എന്ന് പറയുന്നത്. Also referred to as face blindness. People with prosopagnosia are impaired in recognizing faces they have seen before. So familiar ആയിട്ടുള്ള ഫേസസ് തിരിച്ചറിയാൻ പറ്റാതെ വരുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ പ്രോസോപാഗ്നോസിയ എന്ന് പറയുന്നത്. ഇറ്റ്സ് ഇനബിലിറ്റി ടു ഡിറ്റക്റ്റ് ഫെമിലിയർ ഫേസ് ആണ്. സോ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്രോസോപാഗ്നോസിയ ഇസ് ഇനബിലിറ്റി ടു ഡിറ്റക്റ്റ് ഫെമിലിയർ ഫേസ് ആണ്. നമ്മൾ ഫേസ് അല്ലെങ്കിൽ മുഖം അതിൻ്റെ ഫീച്ചേഴ്സ് ഒരേപോലെയാണെന്ന് തിരിച്ചറിയാൻ പറ്റാതെ, അല്ലെങ്കിൽ മുമ്പ് കണ്ട ഒരാളുടെ ഫേസ് പിന്നീട് കാണുമ്പം ഇയാളെ ഞാൻ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇയാളെ എനിക്ക് അറിയാമെന്നുള്ളൊരു കാര്യം എന്ത് ചെയ്യത്തില്ല, നമുക്ക് മനസ്സിലാവത്തില്ല, അല്ലെങ്കിൽ അത് മറന്നു പോകും. സോ അങ്ങനെ ഫെമിലിയർ ആയിട്ടുള്ള ഫേസ് നമ്മൾ തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയെ പറയുന്ന പേരാണ് പ്രോസോപാഗ്നോസിയ എന്ന്. സോ ഫേസ് ബ്ലൈൻഡ്നെസ് എന്നും പറയും. പീപ്പിൾ വിത്ത് പ്രോസോപാഗ്നോസിയ ആർ ഇമ്പയർഡ് ഇൻ റെക്കഗ്നൈസിങ് ഫേസസ് ദേ ഹാവ് സീൻ ബിഫോർ. മുമ്പ് കണ്ടിട്ടുള്ള ഫേസ് അവർക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. 2 ദിവസം മുമ്പ് കണ്ട ആളാണെങ്കിൽ പോലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല, ഇയാളെ ഞാൻ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇയാളിതാണ് എന്ന് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റത്തില്ല. ആ ഒരു അവസ്ഥയാണ് പ്രോസോപാഗ്നോസിയ എന്ന് പറയുന്നത്. പീപ്പിൾ ക്യാൻ റെക്കഗ്നൈസ് സ്പെസിഫിക് ഫേഷ്യൽ ഫീച്ചേഴ്സ്. സോ എന്ന് വെച്ചാൽ മുഖത്ത് ഓരോ ഫേഷ്യൽ ഫീച്ചേഴ്സ് എല്ലാം കാണാം, പക്ഷേ അത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പെർസീവ് ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഇയാളെ, അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല, പെർസെപ്ഷൻ എന്ത് ചെയ്യുന്നില്ല, നടക്കുന്നില്ല. സോ അതിനെയാണ് പ്രോസോപാഗ്നോസിയ എന്ന് പറയുന്നത്. പ്രോസോപാഗ്നോസ്റ്റിക് കാൺ റെക്കഗ്നൈസ് സെയിം സെറ്റ് ഓഫ് ഫീച്ചേഴ്സ് റിപ്പീറ്റഡ്ലി. ഒരേ ഫീച്ചേഴ്സ് ഉള്ളവരെ പിന്നീട് കണ്ടാലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, തിരിച്ചറിയാൻ പറ്റത്തില്ല.
ഇനി അടുത്ത എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് അംനേഷ്യ വരാം എന്നാണ് നമ്മൾ നോക്കുന്നത്. ദ കോസസ് റീസൺ ഫോർ അംനേഷ്യ. ഡിമെൻഷ്യ എന്ന് പറയുന്നത് മെമ്മറി ലൊക്കേഷൻ ഇൻ യുവർ ബ്രെയിൻ ഈസ് തോട്ട് ഡിപ്പെൻഡ് ഓൺ ഇറ്റ്സ് ഏജ്. നമ്മൾ ഡിമെൻഷ്യ എന്ന് പറയുന്നത് നമ്മുടെ ഏജിനനുസരിച്ച് എന്ത് ചെയ്യും, നമ്മുടെ ബ്രെയിനിൻ്റെ ലൊക്കേഷനിൽ ബ്രെയിൻ സ്റ്റോറേജ് വെച്ചിരിക്കുന്ന മെമ്മറിയുടെ അളവ് കുറയും. സോ നമ്മൾ മെമ്മറി അൽഷിമേഴ്സ്, ഷിസോഫീനിയ എന്നൊക്കെ പറഞ്ഞ കുറേ കാര്യങ്ങളിലേ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് സെക്രീറ്റ് ചെയ്യുന്നത്. സോ അപ്പം ഏജ് ആവുന്നതിനനുസരിച്ച് അതിൻ്റെ സെക്രീഷൻസ് കൂടുന്നതിൻ്റെയും കുറയുന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ മെമ്മറി എന്ത് ചെയ്യും, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. സോ അതിനെയാണ് അങ്ങനെ മെമ്മറി ലോസ് ആവുന്നതിനാണ് നമ്മൾ ഡിമെൻഷ്യ എന്ന് പറയുന്നത്. ടു ലോസ് ഓൾഡ് മെമ്മറി യു മസ്റ്റ് ഹാവ് വൈഡ് സ്പ്രെഡ് ബ്രെയിൻ ഡിറ്റീരിയറേഷൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ വയസ്സാവുന്നതനുസരിച്ച് ബ്രെയിൻ നശിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കും, ബ്രെയിൻ നശിക്കുന്നത് എന്തൊക്കെ കൊണ്ടാവാം, അൽഷിമേഴ്സ് എന്ന് പറയുന്ന അസുഖം കാരണം. അൽഷിമേഴ്സ് എന്തിൻ്റെ സെക്രീഷൻ കൂടുമ്പോഴാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ദിസ് ക്യാൻ ബി ബ്രെയിൻ ഡിറ്റീരിയോറേറ്റ് ആകുന്ന കാരണം എന്താണ്, കോസ്ഡ് ബൈ അൽഷിമേഴ്സ് ഡിസീസ് ഓർ അതർ ഫോംസ് ഓഫ് ഡിമെൻഷ്യ. സോ അൽഷിമേഴ്സ് കാരണോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബ്രെയിൻ നശിച്ചു പോകാൻ കാരണം എന്ത് സംഭവിക്കുക, ഡിമെൻഷ്യ നടക്കുക, അതായത് മെമ്മറി നഷ്ടപ്പെട്ടു പോകാം. പീപ്പിൾ വിത്ത് ഡിമെൻഷ്യ യൂഷ്വലി ലോസ് മോർ റീസെൻറ്റ് മെമ്മറീസ് ഫസ്റ്റ് ആൻഡ് കീപ്പ് ഓൾഡ് മെമ്മറീസ് ലോങ്ങർ. സോ ഡിമെൻഷ്യ ഉള്ള ആൾക്കാർക്ക് പുതിയതായിട്ടുള്ള മെമ്മറീസ് എല്ലാം എന്തോ ചെയ്യും, മറന്നു പോവും. പഴയ മെമ്മറീസ് പിന്നെ എന്ത് ചെയ്യും, കുറേ കാലം ഓർമ്മ നിൽക്കും. ഇത് അൽഷിമേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത തന്മാത്രയിൽ നമുക്കൊക്കെ അറിയാമല്ലേ, മോഹൻലാൽ പുതിയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല, പക്ഷെ പഴയ കുഞ്ഞിലെയുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, റീകളക്ട് ചെയ്തെടുക്കുന്നുണ്ട്. പുതിയതായിട്ടുള്ള ഭാര്യയും മക്കളെയൊന്നും തിരിച്ചറിയുന്നില്ല, കുഞ്ഞിലെയുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചറിയുന്നു. സോ അതാണ് ഡിമെൻഷ്യ എന്ന് പറയുന്നത്. ഇത് അൽഷിമേഴ്സിൻ്റെ ഭാഗമായിട്ടും എന്ത് വരാം, ഡിമെൻഷ്യ സംഭവിക്കാം. ഇനി അനോക്സിയ, എ ഡിപ്ലീഷൻ ഓഫ് ഓക്സിജൻ ലെവൽ ക്യാൻ ഓൾസോ എഫക്റ്റ് യുവർ entire brain and lead to memory loss. This condition is called anoxia. The anoxia isn't severe enough to cause brain damage. The memory loss can be temporary. Anoxia എന്ന് പറയുന്നത് ഒരു ടെമ്പററി മെമ്മറി ലോസ് ആണ്. ഇവിടെ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിലോട്ട് എത്തുന്ന ഓക്സിജൻ്റെ ലെവൽ കുറയുക, അല്ലെങ്കിൽ ഓക്സിജൻ എത്താതെ വരുന്ന അവസ്ഥയിൽ നമുക്ക് പെട്ടെന്ന് ബ്രെയിനിലെ മെമ്മറിയെല്ലാം ടെമ്പററി ആയിട്ട് നഷ്ടപ്പെട്ടു. ബ്രെയിനിലോട്ട് ഓക്സിജൻ കിട്ടാതെ വരുമ്പോഴത്തേക്ക് നമ്മുടെ മെമ്മറി ലോസായി പോകും ടെമ്പററി ആയിട്ട്. ഇത് കാരണം ഭയങ്കര ബ്രെയിൻ ഡാമേജ് ഒന്നും വരത്തില്ല. സോ ആ ഒരു കണ്ടീഷൻ നമ്മൾ പറയുന്ന പേരാണ് അനോക്സിയ എന്ന്. സോ ഡിപ്ലീഷൻ ഓഫ് ഓക്സിജൻ ലെവൽ ക്യാൻ എഫക്റ്റ് ബ്രെയിൻ ആൻഡ് ലീഡ് ടു മെമ്മറി ലോസ്. അത് അനോക്സിയ ആണ്. ഇനി അടുത്തത് ഡാമേജ് ടു ദ ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിലെ തന്നെ ലിംബിക് സിസ്റ്റത്തിലൊരു പാർട്ടാണ് ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയുന്നത്. ഹിപ്പോ ക്യാമ്പസ് ആണ് നമ്മുടെ മെമ്മറിയുടെ ഫോർമേഷനെല്ലാം സഹായിക്കുന്ന ബ്രെയിനിലെ പാർട്ട് എന്ന് പറയുന്നത് ഹിപ്പോ ക്യാമ്പസ് ആണ്. ഹിപ്പോ ക്യാമ്പസ് ഇസ് ദ പാർട്ട് ഓഫ് ദ ബ്രെയിൻ ആൻഡ് ലിംബിക് സിസ്റ്റം റെസ്പോൺസിബിൾ ഫോർ മെമ്മറി. ഇറ്റ്സ് ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് ഫോമിംഗ് മെമ്മറീസ്, ഓർഗനൈസിങ് മെമ്മറീസ് ആൻഡ് റിട്രീവിംഗ് ദം വെൻ നീഡഡ്. സോ ഇതിൻ്റെ ഹിപ്പോ ക്യാമ്പസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, മെമ്മറീസ് ഫോം ചെയ്യുക, അതുപോലെ മെമ്മറി ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുക, നമുക്ക് ആവശ്യമുള്ളപ്പോൾ ആ മെമ്മറിയിൽ നിന്ന് അതിനെ റിട്രീവ് ചെയ്തെടുക്കുക. സോ ഇതാണ് ഹിപ്പോ ക്യാമ്പസിൻ്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇനി എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഈ ഹിപ്പോ ക്യാമ്പസിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും, ഇതൊന്നും നടക്കത്തില്ല. ദ സെൽസ് ഓഫ് ദ ഹിപ്പോ ക്യാമ്പസ് ആർ സം ഓഫ് യുവർ ബ്രെയിൻസ് മോസ്റ്റ് എനർജി ഹംഗ്രി ആൻഡ് ഫ്രജൈൽ. ദേ ആർ മോസ്റ്റ് ഈസിലി ഡിസ്ട്രപ്റ്റഡ് ബൈ അനോക്സിയ ആൻഡ് അതർ ത്രെഡ്സ് സച്ച് എസ് ടോക്സിൻ. സോ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന ഒരു ഏരിയ, ഒരുപാട് എനർജി ആവശ്യമുള്ളൊരു ഏരിയ ആണ്. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് അനോക്സിയ, നമ്മൾ ഓക്സിജൻ കിട്ടാതെയൊക്കെ വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ടോക്സിൻസ് കൂടുന്നതിൻ്റെ അനുസരിച്ചൊക്കെ ഈ ഒരു ഏരിയ എന്ത് ചെയ്യും, ഹിപ്പോ ക്യാമ്പസ് ഏരിയയ്ക്ക് ഡാമേജ് സംഭവിക്കാം. അത് ഉടനെ അങ്ങ് പെട്ടെന്നല്ല, ചെറിയ ചെറിയ രീതിയിൽ ഒരുപാട് പ്രാവശ്യം ഇത് റിപ്പീറ്റ് ആകുമ്പോഴത്തേക്ക് ആ ഒരു ഏരിയയിൽ ഹിപ്പോ ക്യാമ്പസിൽ ഡാമേജ് വരാം. When your hippocampus is impaired, you will have difficulty forming new memories. If your hippocampus is damaged in both halves of your brain, you can develop into anterograde amnesia. സോ ഹിപ്പോ ക്യാമ്പസിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രവർത്തിക്കാതെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പുതിയ മെമ്മറീസ് ഫോം ചെയ്യില്ല. അതുപോലെ ആൻറ്ററോഗ്രേഡ് അംനേഷ്യ ഡെവലപ്പ് ചെയ്യും. സോ ആൻറ്ററോഗ്രേഡ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെയുള്ളൊരു ഇതിലോട്ട് പോകും. ഇനി ഹെഡ് ഇഞ്ചുറീസ് കാരണം, അതായത് ട്രോമാറ്റിക് ഹെഡ് ഇഞ്ചുറീസ് ആസ് വെൽ ആസ് സ്ട്രോക്ക്, ട്യൂമർ, ഇൻഫെക്ഷൻ ക്യാൻ ഓൾസോ ഡാമേജ് ടു യുവർ ബ്രെയിൻ. ദിസ് ഡാമേജ് ക്യാൻ ഇൻക്ലൂഡ് പെർമനൻറ്റ് മെമ്മറി പ്രോബ്ലം.
ഹെഡ് ഇഞ്ചുറീസ്, അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് വരികയോ അല്ലെങ്കിൽ സ്ട്രോക്ക് പോലുള്ള അസുഖങ്ങൾ, ട്യൂമേഴ്സ്, ഇൻഫെക്ഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ബ്രെയിനിൻ്റെ ആക്ടിവിറ്റി കുറയും, അല്ലെങ്കിൽ ബ്രെയിൻ ഡാമേജ് ആയിട്ട് അത് ചിലപ്പോൾ പെർമനൻറ്റ് മെമ്മറി ലോസിന് കാരണമാകാം, അതല്ലെങ്കിൽ ടെമ്പററി മെമ്മറി ലോസിന് കാരണമാകാം. കൺക്യൂഷൻസ് കോമൺലി ഡിസ്റപ്റ്റ് മെമ്മറീസ് ഓഫ് ദ ഹവേഴ്സ്, ഡേയ്സ് ഓർ വീക്സ് ബിഫോർ ആൻഡ് ആഫ്റ്റർ യു വെർ ഇഞ്ചേർഡ്. കൺകഷൻസ് എന്ന് പറഞ്ഞാൽ ആ ഞെട്ടൽ. സോ നമുക്ക് ആ ഒരു ട്രോമ കൊണ്ടുണ്ടായ ഒരു ഞെട്ടൽ കാരണം നമ്മുടെ മെമ്മറീസിനെ ചില മണിക്കൂറുകൾ അതിനെ ഡിസ്ട്രപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ചില ദിവസം ചിലപ്പം ചില ആഴ്ചകളോളം അതിനെ എന്ത് ചെയ്യാം, തടഞ്ഞു നിർത്താം. അങ്ങനെ നമുക്ക് ഈ ഒരു ട്രോമ കാരണം. ഇനി അടുത്ത ആൽക്കഹോൾ യൂസ് കാരണം. ഷോർട്ട് ടേം ആൽക്കഹോൾ യൂസ് ക്യാൻ കോസ് ബ്ലാക്ക് ഔട്ട്. ദിസ് ഇസ് എ ടെമ്പററി ഫോം ഓഫ് ആൻറ്ററോഗ്രേഡ് അംനേഷ്യ. ചെറിയ ആൽക്കഹോൾ യൂസ് ആണെങ്കിൽ അത് നമുക്ക് ചെറിയ ബ്ലാക്ക് ഔട്ട്, അതായത് നമ്മൾ ബ്ലാക്ക് ഔട്ട് എന്ന് പറയുന്നത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ കൂടെ ആരാണ് ഉണ്ടായിരുന്നത്, ആ സമയത്ത് എന്താണ് ചെയ്തതെന്ന് ഓർമ്മ വരത്തില്ല. ആ ഒരു അവസ്ഥയാണ് നമ്മൾ ബ്ലാക്ക് ഔട്ട് എന്ന് പറയുന്നത്. ഷോർട്ട് ടേം ആൽക്കഹോൾ യൂസ് ആണെങ്കിൽ അത് ബ്ലാക്ക് ഔട്ട് എന്ന് പറയുന്ന ഇതിലോട്ടേ പോകത്തുള്ളൂ. അതൊരു ടെമ്പററി ഫോം ഓഫ് ആൻഡ്രോഗേഡ് നമ്മൾ ടെമ്പററി ആയിട്ടുള്ള ഒരു ആൻഡ്രോഗേഡ് അംനേഷ്യ ആയിരിക്കും. പക്ഷേ ലോങ് ടേം ആൽക്കഹോൾ യൂസ് ഒരുപാട് കാലം യൂസ് ചെയ്ത് ഒരു വ്യക്തിക്കാണെങ്കിൽ അവർക്ക് എന്തായിരിക്കും ഉണ്ടാകുന്നത്, നമ്മൾ പറഞ്ഞായിരുന്നല്ലേ, വെർണിക് കൊസാക്കോഫ് സിൻഡ്രോമാണ്. അത് ബ്രെയിൻ ഡിസോർഡറാണ്. ഇത് എങ്ങനെയാവും? that leads to progressive memory loss due to insufficient vitamin B1, അതായത് thiamine. If you develop this condition, you will have difficulty forming new memories but may not be aware of it. So ഇത് ഈ ഒരുപാട് കാലം യൂസ് ചെയ്യുന്നതുകൊണ്ട് വരുന്ന ഒരു അവസ്ഥയാണ് വെർണിക് കൊസാക്കോഫ് സിൻഡ്രോം എന്ന് പറയുന്നത്. ഇതിങ്ങനെ ഒരുപാട് പോകുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡിയിലെ ടൈമിൻ്റെ അളവ് കുറയുകയും ഇത് കാരണം പുതിയതായിട്ടുള്ള മെമ്മറീസ് ഫോം ചെയ്യില്ല. പക്ഷെ അത് നമുക്ക് എന്ത് ചെയ്യത്തില്ല, അതറിയാൻ പറ്റില്ല, തിരിച്ചറിയാൻ പറ്റില്ല. എനിക്കിത് എന്നും എൻ്റെ മെമ്മറിയിൽ ഇല്ല എന്നുള്ള കാര്യം എന്ത് ചെയ്യാൻ പറ്റില്ല, തിരിച്ചറിയാൻ പറ്റില്ല. അത് ടൈമിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ്. സോ അപ്പോൾ എന്താണ് ആൽക്കഹോൾ യൂസ്? അതിൽ ഷോർട്ട് ടേം ആൽക്കഹോൾ യൂസ് ആണെങ്കിൽ അത് ബ്ലാക്ക് ഔട്ട് എന്ന് പറയുന്നൊരു അവസ്ഥ മാത്രമേ വരൂ. ആ സമയത്ത് എന്ത് ചെയ്യത്തില്ല, ഓർമ്മ വരത്തില്ല. പിന്നീട് ആകുമ്പോഴത്തേക്ക് അത് ടെമ്പററി ഫോമിലുള്ളൊരു മെമ്മറി ലോസാണത്. ഇനി അടുത്ത ട്രോമ ഓർ സ്ട്രെസ്സ്. നമ്മൾ പറഞ്ഞത് എന്തെങ്കിലും സ്ട്രെസ്സായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും സിവിയർ ട്രീറ്റ്മെൻറ്റിലുള്ളവർ, അല്ലെങ്കിൽ ആക്സിഡൻറ്റ്സ് പറ്റിയവർ, സോ അല്ലെങ്കിൽ ഒരുപാട് വിഷമം തോന്നുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ സ്ട്രെസ്സ് തോന്നുന്നുള്ള കാര്യങ്ങൾ, സോ ഇങ്ങനെയുള്ള സമയങ്ങളിൽ എന്ത് ചെയ്യാം, ചില സമയത്ത് നമുക്ക് പല കാര്യങ്ങളും മറന്നു പോകാം. A specific type of dissociative amnesia called dissociative fugae can lead to unexpected traveling or wandering. It can lead to amnesia around the circumstances of traveling as well as forgetting other details of your life. ചില സ്പെസിഫിക് ടൈമിൽ നമുക്ക് പല പ്രശ്നങ്ങൾ കാരണം എന്ത് ചെയ്യും, പല കാര്യങ്ങളും മറന്നു പോകും. നമ്മൾ മൈൻഡ് എന്ത് ചെയ്യും, പലയിടത്തും ട്രാവൽ ചെയ്ത് ഇങ്ങനെ നടക്കും. ഇത് കാരണം പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ടായ പല കാര്യങ്ങളും മറന്നു പോകും. ഇത്രയേ ഉള്ളൂ. സോ അപ്പം നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് MCQs നോക്കാം. ഇറ്റ് ഈസ് ദ അവയർനെസ് ആൻഡ് നോളജ് ഓഫ് അവർ ഓൺ മെമ്മറീസ്. നമ്മളെക്കുറിച്ച് നമ്മൾക്ക് എത്രത്തോളം മെമ്മറി ഉണ്ടെന്ന് നമ്മൾ തന്നെ അറിയുന്നു, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള നോളജ് തന്നെയാണ് നമ്മൾ പറയുന്നത് മെറ്റാ മെമ്മറി എന്ന്. സോ ഓപ്ഷൻ എ. സെക്കൻഡ് വൺ, ദ ബെസ്റ്റ് റിട്രീവൽ പ്രാക്ടീസ് എന്ന് പറയുന്നത് ഇതിൽ സെൽഫ് ടെസ്റ്റിംഗ് ആണ്. സോ ഇൻ്റർവ്യൂ അല്ല, MCQ അല്ല, സെൽഫ് ടെസ്റ്റിങ്ങിലൂടെയാണ് നമുക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യണം, എത്രത്തോളം നമുക്ക് റിട്രീവ് ചെയ്യാൻ പറ്റുന്നു എന്ന് നോക്കാനേ പറ്റൂ. അതാണ് ഏറ്റവും ബെസ്റ്റ് റിട്രീവൽ പ്രാക്ടീസ് എന്ന് പറയുന്നത്. എമംഗ് ദ ഫോളോയിങ് വിച്ച് ഈസ് എ മെത്തേഡ് ഓഫ് എൻഹാൻസിങ് മെമ്മറി എൻഹാൻസിങ് മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഹൈറാർക്കി ഓഫ് നീഡ്സ് അല്ല, എബിംഗ്ഹൗസും അല്ല. സോ നിമോണിക്സ് ആണ്. സോ ഓപ്ഷൻ എ ആണ്. ഹൂ ഈസ് നോൺ ആസ് ഹ്യൂമൻ കമ്പ്യൂട്ടർ ഇൻ ഇന്ത്യ? ശകുന്തള ദേവിയാണ്. സോ ഓപ്ഷൻ എ. ഫിഫ്ത്ത് വൺ, ദിസ് മെത്തേഡ് ഓഫ് നിമോണിക്സ് യൂസസ് എ ലൊക്കേഷൻ ഓഫ് എ ഫെമിലിയർ പ്ലേസസ് ക്യൂ ടു റിട്രീവ് ഇൻഫർമേഷൻ. സോ ഇവിടെ ലൊക്കേഷനാണ്, ഫെമിലിയർ ലൊക്കേഷൻ ഉപയോഗിച്ച് നമ്മൾ ഇൻഫർമേഷൻ റിട്രീവ് ചെയ്തെടുക്കുന്നു. സോ അതിനെയാണ് നമ്മൾ മെത്തേഡ് ഓഫ് ലോസ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ എ ആണ്. സിക്സ്ത് വൺ, ഇൻ ദിസ് ടൈപ്പ് ഓഫ് നിമോണിക്സ് ദിസ് മെത്തേഡ് യൂസ് എനി ടു പീസസ് ഓഫ് ഇൻഫർമേഷൻസ് ആർ ലിങ്ക്ഡ് യൂസിങ് ഇമേജസ്. സോ ഇമേജസ് യൂസ് ചെയ്ത് രണ്ട് ഇൻഫർമേഷൻസിനെ യോജിപ്പിക്കുന്നതിന് നമ്മൾ പറയുന്നത് കീവേഡ് മെത്തേഡ് എന്നാണ്. സോ ഓപ്ഷൻ എ ആണ് ആൻസർ. സെവൻത്ത് വൺ, ഡാഷ് ഇസ് എ മെത്തേഡ് യൂസ്ഡ് ഇൻ നിമോണിക്സ് കമ്പൈനിങ് സ്മോളർ യൂണിറ്റ്സ് ഇൻറ്റു മീനിങ് ഫുൾ ലാർജർ യൂണിറ്റ്. സോ അത് ചങ്കിങ് ആണ്. സോ ഓപ്ഷൻ എ ആണ്
8th one, dash refers to inability to recall information that is stored in memory. സോ നമ്മൾ മെമ്മറി സൂക്ഷിച്ചിരുന്നത് തിരിച്ച് എടുക്കാൻ പറ്റാത്ത അവസ്ഥയെ പറയുന്നത് അംനേഷ്യ എന്നാണ്. സോ ഓപ്ഷൻ എ ആണ്. 9th one, loss of memory is known as. മെമ്മറി ലോസിനെ പറയുന്നത് അംനേഷ്യ എന്നാണ്. സോ ഓപ്ഷൻ ബി. 10th one, in this type of amnesia cannot remember new information, things that happened recently. നമുക്ക് റീസെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മറന്നു പോകുന്ന അല്ലെങ്കിൽ ഓർത്ത് വെക്കാൻ പറ്റാതെ വരുന്ന അവസ്ഥയെ പറയുന്നത് നമ്മൾ ആൻറ്റിറോഗ്രേഡ് അംനേഷ്യ എന്നാണ്. സോ ഓപ്ഷൻ എ ആണ്. 11th one, in this type of amnesia the person cannot remember events that occurred before his trauma but remember things that happened after it normally. സോ ഒരു ട്രോമ നടക്കുന്നതിന് മുമ്പായിട്ടുള്ള കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് മറന്നു പോകുന്നു. സോ അതിന് ശേഷമുള്ള കാര്യങ്ങളെല്ലാം നോർമലി ഓർമ്മ നിൽക്കുന്നു. സോ അതിനെ നമ്മൾ പറയുന്നത് റിട്രോഗ്രേഡ് അംനേഷ്യ എന്നാണ്. സോ ഓപ്ഷൻ ബി. 12th one, ഷോർട്ട് ടേം മെമ്മറി ലോസ് ഓർ ടെമ്പററി ലോസ് ഓഫ് മെമ്മറി. ഷോർട്ട് ടേം കുറച്ച് കാലത്തെ കുറച്ച് പീരീഡിലേക്ക് മെമ്മറി ലോസ് ആകുന്നു, അല്ലെങ്കിൽ ടെമ്പററി ആയിട്ട് മെമ്മറി ലോസ് ആകുന്നു. അതിന് നമ്മൾ പറയുന്നത് ട്രാൻസിയൻറ്റ് ഗ്ലോബൽ അംനേഷ്യ എന്നാണ്. സോ ഓപ്ഷൻ ബി. 13, ദിസ് ടൈപ്പ് ഓഫ് മെമ്മറി ലോസ് കോസ്ഡ് ബൈ എക്സ്റ്റെൻഡഡ് ആൽക്കഹോൾ അബ്യൂസ്. ഒരുപാട് കാലം മദ്യം ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന മെമ്മറി ലോസിന് നമ്മൾ പറയുന്നത് വെർണിക് കൊസാക്കോഫ് സൈക്കോസിസ് എന്നാണ്. സോ ഓപ്ഷൻ സി. 14, ഇവൻറ്റ്സ് ഡ്യൂറിങ് ഹിപ്നോസിസ് കനോട്ട് ബി റീകോൾഡ്. ഹിപ്നോട്ടിസ് ചെയ്യുന്ന സമയത്തുള്ള ഇവൻ്റ് ഓർമ്മ വരാത്തതിന് നമ്മൾ പറയുന്നത് പോസ്റ്റ് ഹിപ്നോട്ടിക് അംനേഷ്യ എന്നാണ്. ഈ 15, ദ പേഴ്സൺ ക്യാൻ റിമെമ്പർ സർട്ടൺ ഇൻഫർമേഷൻ ബട്ട് ഡസ് നോട്ട് നോ ഹൗ വേർ ദേ ഗോട്ട് ദാറ്റ് ഇൻഫർമേഷൻ. സോ ഒരു ഇൻഫർമേഷൻ ഉണ്ട്, പക്ഷെ അത് എവിടെ നിന്ന് കിട്ടിയെന്നോ അത് എങ്ങനെ കിട്ടിയെന്നോ എവിടെ നിന്നാണ് അത് കിട്ടിയെന്നുള്ള കാര്യം എന്താണ് ഓർമ്മ നിൽക്കാത്തൊരവസ്ഥയെ നമ്മൾ പറയുന്നത് സോഴ്സ് അംനേഷ്യ. സോ ഓപ്ഷൻ എ ആണ്. ഇനി 16, ഡാഷ് ഇസ് ഓൾസോ റെഫേർഡ് ടു ഫേസ് ബ്ലൈൻഡ്നെസ്. ഫേസ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത് പ്രോസോപാഗ്നോസിയ ആണ്. സോ ഓപ്ഷൻ സി. 17, പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻ ഇതായിരുന്നു. പ്രോസോപാഗ്നോസിയ ഇസ് ദ ഇനബിലിറ്റി ടു ഡിറ്റക്ട് ഫെമിലിയർ ഫേസ് ആണ്. സോ ഓപ്ഷൻ എ. 18, ദ കണ്ടീഷൻ ഇൻ വിച്ച് ഡിപ്ലീഷൻ ഓഫ് ഓക്സിജൻ ലെവൽ എഫക്ട് ബ്രെയിൻ ആൻഡ് ലീഡ് ടു ടെമ്പററി മെമ്മറി ലോസ്. സോ അത് അനോക്സിയ ആണ്. സോ ഓപ്ഷൻ ബി. 19, the part of the brain and limbic system responsible for memory. മെമ്മറിക്ക് ഈ ഫോർമേഷന് സഹായിക്കുന്ന ബ്രെയിനിൽ അല്ലെങ്കിൽ ലിംബിക് സിസ്റ്റത്തിൻ്റെ പാർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹിപ്പോ ക്യാമ്പസ് ആണ്. സോ ഓപ്ഷൻ ബി. 20, among the following which is not a cause for amnesia. അംനേഷ്യക്ക് കാരണമല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്ന ഡിമെൻഷ്യ ഒരു റീസൺ ആണ്, അനോക്സിയ ഒരു റീസൺ ആണ്, ഡാമേജ് ടു ഹിപ്പോ ക്യാമ്പസ് ഒരു റീസൺ ആണ്. പക്ഷേ ഈറ്റിംഗ് ഡിസോർഡർ ഒരു റീസൺ അല്ല അംനേഷ്യ വരാൻ. സോ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ്.